ഇന്ത്യ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അത് ബാധിക്കുക പാകിസ്ഥാന്റെ ജലവൈദ്യുത പദ്ധതികളെ ആയിരിക്കും. അതായത് ഈ ജലം നമ്മൾ കൊടുക്കുന്ന ജലം കൊണ്ടാണ് അവർ വൈദ്യുതി ഉണ്ടാക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ജലം കൊണ്ടാണ് അവര് കൃഷി ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ജലമാർഗം ഉപയോഗിച്ചാണ് അവരുടെ ഗതാഗതം പലതും നടക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട മേഖലയാണ്, പെട്ടെന്ന് അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നാലാമത്തെ കാര്യം സാമ്പത്തികമാണ്. അതായത് ഈ നദീജലത്തെ ആശ്രയിച്ച് നടക്കുന്ന പാകിസ്ഥാനിലെ 90% കൃഷി അരി, ഗോതമ്പ്, കരിമ്പ്, പരുത്തി എന്നീ മേഖലകളിലാണ്. അരിയും ഗോതമ്പും അവരുടെ ഭക്ഷണത്തെ ബാധിക്കുമെങ്കിൽ കരിമ്പും പരുത്തിയും അവരുടെ സാമ്പത്തിക മേഖലയെയും ബാധിക്കും. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ഷോക്കാണ്. കൂടാതെ വൈദ്യുതി ഉൽപാദനം തടയപ്പെടുകയാണ്, ഗതാഗതം തടയപ്പെടുകയാണ്, കുടിവെള്ളം മുട്ടുകയാണ്, കൃഷി നിലയ്ക്കുകയാണ്. എന്നാൽ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ, ഒരു തുള്ളി രക്തം വീഴാതെ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ ഉള്ള കഴിവും തന്റെ ഇടവും ഇന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ 90% കർഷകരും ഈ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവര് തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന് എതിരാവും. വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ഇന്ത്യയെ കയറി ചൊറിയാൻ എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ ഭരണകൂടത്തോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.